എല്ലാവർക്കും നമസ്കാരം. കടുത്ത മഞ്ഞ് കാരണമാണെന്ന് തോന്നുന്നു വീണ്ടും ജലദോഷവും പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജോലി നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? കൃഷ്ണാനുഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരുത്തരും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്. ഞാൻ ത്രിമധുരം ഗ്രൂപ്പിലുള്ള അംഗമാണ് കേട്ടോ. എല്ലാ വോയിസുകളും കേൾക്കാറുണ്ട്. എൻ്റെ വിഷമങ്ങൾ എൻ്റെ പൊന്നുണ്ണിയോട് ഈ ഗ്രൂപ്പിലൂടെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. പരിഹാരവും കാണാറുണ്ട്. എൻ്റെ മകന് യൂറോപ്പിൽ പോകാൻ 5,00,000 രൂപ കമ്പനിക്ക് കൊടുത്തിരുന്നേ. അപ്പം 5 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞു. അവിടെ എത്തി 5 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞു. അപ്പോൾ അവൻ്റെ മുതലാളി പറഞ്ഞു, "നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ പറ്റില്ല. രൂപ തന്നിട്ടില്ലാന്ന്." കമ്പനി പൈസ കൊടുത്തില്ല. അത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അവൻ എന്നെ വിളിച്ച് കരഞ്ഞു പറഞ്ഞു, "ഇത്രയും രൂപ ഞങ്ങൾ എവിടുന്നാണ് ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കുക? ഒരു പിടുത്തവുമില്ല." ആദ്യം പിടിച്ചു. കാരണം പോയത് തന്നെ കടം വാങ്ങിയാണ്. പിറ്റേന്ന് തന്നെ അമ്പലത്തിൽ പോയി ദേവിയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു ട്ടോ. അപ്പോൾ ഞാൻ കണ്ണനോട് പറഞ്ഞു, "എൻ്റെ കണ്ണാ, കുറേ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു ഉണ്ണിയാണല്ലോ." ആ മുതലാളിയുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒന്ന് പറഞ്ഞൂടെ എൻ്റെ മകൻ ജോലിക്ക് പോയിക്കോട്ടെ എന്ന്. തിരിച്ച് ഞാൻ വീട്ടിലെത്തി വിഷമിച്ചിരിക്കുമ്പോൾ സമയം ഉച്ചയ്ക്ക് 2:30 ട്ടോ. അവൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, "അമ്മേ, എനിക്ക് ജോലിക്ക് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്." അപ്പോൾ ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു, "നീ വന്നിട്ട് ഗുരുവായൂരിൽ പോയി കണ്ണന് തുളസിമാല ചാർത്താമെന്ന്." ഈ അത്ഭുതം കേട്ട എൻ്റെ കൂട്ടുകാരെല്ലാവരും ഭയങ്കര അത്ഭുതം സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് കണ്ണൻ എല്ലാവരുടെയും കണ്ണുനീര് കാണുന്നവനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തന്നെയല്ലേ. മുതലാളിയുടെ മനസ്സിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാനാണ് പറഞ്ഞത്. ഇറങ്ങിച്ചെന്നങ്ങോട്ട് കാര്യങ്ങളങ്ങ് വെട്ടിപ്പായിട്ട് ചെയ്തു കൊടുത്തു അല്ലേ. എന്താ കഥ? എവിടെയോ ദൂരെയുള്ള ഒരു മകന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുകയാണല്ലേ. അപ്പം ദൂരമൊന്നും ഭഗവാനൊരു പ്രശ്നമില്ല. ഏത് നാട്ടിലായാലും അല്ലേ. എന്താ കഥ? ഒന്നും പറയാനില്ല. അടിപൊളി അനുഭവം അല്ലേ. അപ്പം കൃഷ്ണവിഗ്രഹങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ 4 വിഗ്രഹം കൊടുക്കുന്നുണ്ട് ഗ്രൂപ്പിൽ. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. വേറെ വിശേഷങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ആരോഗ്യം സൂക്ഷിക്കുക കേട്ടോ. രാവിലെ പുറത്തിറങ്ങി അധികം അങ്ങോട്ട് ഇടപാടുകളൊന്നും നടത്തണ്ട. അത് തന്നെയാണ് എനിക്കും പറ്റിയതെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും എല്ലാം വരട്ടെ. ഹരേ കൃഷ്ണ.